വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അജേഷ് ആൻഡ് വിൻസി ഫ്രം കുവൈറ്റ്. നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അജേഷിനായും വിൻസിക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ കുവൈറ്റിൽ കർത്താവെ അവൾക്ക് ജോലി ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് വിൻസിക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ, അമ്മയുടെ ആരോഗ്യത്തിനായി, ആസ്മ രോഗം മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നല്ല പ്രവൃത്തി ദൈവരാജ്യത്തിനു വേണ്ടി യേശുവിനെ സ്നേഹിച്ച് ചെയ്തത് കൊണ്ട് ഈ കുടുംബത്തിൽ വലിയ അനുഗ്രഹം ഇന്ന് മുതൽ വന്നു ചേരട്ടെ. പ്രത്യേകമായി എടുത്തറിയത്തക്ക രീതിയിൽ ദൈവിക അനുഗ്രഹങ്ങൾ കർത്താവെ ഈ പ്രവൃത്തി നിമിത്തം അവരുടെ മേൽ വന്നു ചേരട്ടെ. അത് മറ്റുള്ളവർ പോലും തിരിച്ചറിയട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ ഫാമിലിയെ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. തുടർന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ദ റെസ്റ്റോറർ ഓഫ് ഡ്രീംസ്, അല്ലെങ്കിൽ തകർന്നടിഞ്ഞ സ്വപ്നങ്ങളെ തിരിച്ചു നൽകുന്ന ഒരു ദൈവം. എല്ലാ ആശയും അറ്റുപോയ സ്ഥാനത്ത് നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ വീഴുമ്പോൾ ദൈവം നമുക്ക് ആ സ്വപ്നങ്ങളെല്ലാം തിരിച്ചു നൽകുവാൻ, വീണ്ടും മടക്കി നൽകുവാൻ കഴിവുള്ളവനാണ്. ഈ സന്ദേശം കേട്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മടങ്ങി വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കേൾക്കാം. പിറ്റേന്നാൾ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അദ്ദേഹത്തെ അനുഗമിച്ചു. അദ്ദേഹം പട്ടണത്തിൻ്റെ വാതിലിനോട് സമീപിച്ചപ്പോൾ അതാ മരിച്ചുപോയ ഒരുവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവൻ അമ്മയുടെ ഏകപുത്രൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിൽ നിന്നുള്ള വലിയൊരു ജനക്കൂട്ടം അവളോടുകൂടെ ഉണ്ടായിരുന്നു. 13-ാമത്തെ വചനം. അവളെ കണ്ടിട്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. അവിടുന്ന് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം അടുത്തു ചെന്ന് ശവമഞ്ചം തൊട്ടു. അത് ചുമന്നിരുന്നവർ നിന്നു. അദ്ദേഹം പറഞ്ഞു, യുവാവേ, എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ എല്ലാവരും പരിഭ്രമം നിറഞ്ഞവരായി ദൈവത്തെ പുകഴ്ത്തി. ഒരു മഹാപ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുകയാണ് എന്നവർ പറഞ്ഞു. യേശുവിനെ കുറിച്ചുള്ള ഈ വാർത്ത യഹൂദയിൽ എല്ലായിടത്തും ചുറ്റുമുള്ള പ്രദേശത്തും പ്രചരിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു കാര്യവും വളരെ വിശദമായി എഴുതാറില്ല. വലിയൊരു സംഭവമായിരിക്കാം നടന്നിട്ടുള്ളത്, എന്നാൽ അതിനെ എത്രത്തോളം ചുരുക്കാമോ അത്രയും ചുരുക്കിയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതുന്നത്. ഉദാഹരണത്തിന്, ബൈബിൾ തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. പറയാമോ? ഉൽപ്പത്തി പുസ്തകം എന്ന ആ പുസ്തകത്തിന് പറയാൻ കാരണം സകലത്തിൻ്റെയും ഉൽപ്പത്തി അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യം മുതൽ, 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ ആ അധ്യായം മുഴുവനും 2-ാമത്തെ അധ്യായം എല്ലാം വായിക്കുമ്പോൾ നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത സ്പീഷീസിൽപ്പെട്ട വിവിധ ജാതികളിൽപ്പെട്ട പക്ഷികളെയും മൃഗങ്ങളെയും അവസാനം മനുഷ്യനെയും ദൈവം സൃഷ്ടിക്കുകയാണ്. അതിനെല്ലാം കൂടെ എടുത്തിരിക്കുന്നത് 100, 150, 200 വാക്കുകളാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ച കാര്യമാണ് പറയുന്നത്. പക്ഷേ എല്ലാറ്റിനും കൂടെ ഏതാനും വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ചു. എന്തുകൊണ്ടെന്നാൽ വിശദീകരണം കൊണ്ടല്ല
നമ്മൾ വിശ്വസിക്കുന്നത് അകത്ത് നിന്നുള്ള വിശ്വാസം അകത്ത് വരുമ്പോഴാണ് കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് വിശദീകരണങ്ങൾ ആവശ്യമില്ല. വിശ്വസിക്കുന്നവന് ചുരുക്കി പറഞ്ഞാലും അവൻ വിശ്വസിക്കും. വിശ്വസിക്കാത്ത ഒരുത്തന് ഇതുകൊണ്ടൊരു വലിയ നോവൽ എഴുതിയാലും പറയും ദിസ് ഈസ് റബിഷ്, മാറ്റിക്കളാം, ഇതൊന്നും കർത്താവ് ചെയ്തതല്ല എന്ന് പറയും. സാക്ഷ്യങ്ങൾ നമ്മളിവിടെ കേട്ടു. വളരെ ചുരുക്കിയാണ് അവർ സാക്ഷ്യങ്ങൾ പറഞ്ഞ ഏതാനും സെൻറ്റൻസുകൾ മാത്രം. പക്ഷേ ആ യഥാർത്ഥ സംഭവം നടന്നത് മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ആയിരിക്കും. ഒത്തിരി നാളുകളായിട്ടുള്ള പ്രശ്നമാണ്. അതൊന്നും ഓരോ ദിവസവും പറയേണ്ട ആവശ്യമില്ല. 3-4 സെൻറ്റൻസ് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. എത്ര പേർ ഈ ദൈവത്തിനായി നന്ദി പറയും? കൈകൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറയാമോ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ അവസാനവും 21-ാം അധ്യായത്തിൻ്റെ അവസാനവും യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി: യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ എല്ലാം എഴുതുകയാണെങ്കിൽ എഴുതപ്പെടുന്ന പുസ്തകങ്ങൾ ഈ ഭൂമിയിൽ പോലും ഒതുങ്ങുകയില്ല. ഈ ഭൂമിയിൽ അതിന് സ്ഥലമുണ്ടാകുകയില്ല. അത്രയും കാര്യങ്ങൾ 3.5 വർഷം കൊണ്ട് യേശു ഈ ഭൂമിയിൽ ചെയ്തു. എന്നാൽ നമുക്ക് ആകെ ലഭിച്ചിരിക്കുന്നത് 4 കൊച്ചു സുവിശേഷങ്ങളാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യേശു തൻ്റെ അടുക്കൽ വന്ന എല്ലാ രോഗികളെയും സൗഖ്യമാക്കി. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: വൈകുന്നേരമായപ്പോൾ അനേകർ അവൻ്റെ അടുക്കൽ രോഗികളെയും ഭൂതഗ്രസ്തരെയും കൊണ്ടുവന്നു. അവൻ മനസ്സലിഞ്ഞ് കൈനീട്ടി തൊട്ട് അവരെ സൗഖ്യമാക്കി. 2-3 സെൻറ്റൻസേ ഉള്ളൂ. പക്ഷേ അവിടെ എത്ര പേർ സൗഖ്യമായി കാണും? അനേകർ സൗഖ്യമായി. എണ്ണ അവിടെ പറഞ്ഞിട്ടില്ല. 100 പേര്, 200 പേര്, അല്ലെങ്കിൽ 1000 പേര് സൗഖ്യമായി കാണും. അവർ ഓരോരുത്തരുടെയും സാക്ഷ്യം എഴുതാൻ പോയാൽ ബൈബിൾ തന്നെ നമുക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരു വലിയ പുസ്തകമായി മാറും. അതുകൂടാതെ വേറെയും പുസ്തകങ്ങൾ എഴുതേണ്ടി വരും. ഈ പുസ്തകങ്ങളെല്ലാം കൂടെ വയ്ക്കുവാൻ പറ്റിയ ലൈബ്രറി ഉണ്ടാകുകയില്ല. യോഹന്നാൻ പറയുന്നത് ഭൂമിയിൽ പോലും ഒതുങ്ങിയില്ല. അത്രയും കാര്യങ്ങൾ യേശു ചെയ്തു. കൈകളടിച്ച് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയാം. സ്വർഗത്തിലിരിക്കുന്ന ദൈവം എല്ലാം അവിടെ ഇട്ടിട്ട് മഹത്വവും തേജസ്സും എല്ലാം മാറ്റിവെച്ച് നമ്മെപ്പോലെ മാംസ ശരീരമെടുത്ത് നമ്മെപ്പോലെ കുപ്പായം ധരിച്ച് നമ്മുടെ ഇടയിൽ വന്ന് രോഗികളെ തൊട്ട് സൗഖ്യമാക്കി സങ്കടങ്ങൾ കേട്ട് ആശ്വസിപ്പിച്ച് കണ്ണുനീർ തുടച്ചവനാണ് നമ്മുടെ യേശു. കൈകൾ വീശി ഹല്ലേലൂയ പറഞ്ഞാൽ. ഇനി ഞാൻ പറയാൻ പോകുന്ന കഥ നടന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ കഥ നടക്കുന്നത് ഒരു വിധവയുടെ വീട്ടിലാണ്. നയിൻ എന്ന് പറയുന്ന ഒരു പട്ടണം. ആ പട്ടണത്തിൽ നടന്ന ഒരു സംഭവമാണ്. യേശു ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചു കേൾക്കാം. പിറ്റേന്നാൾ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ, യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ ശേഷം ഹി വാസ് വെരി വെരി ബിസി. നമ്മൾ വായിക്കുമ്പോൾ അറിയാം പിറ്റേന്നാൾ, അത് കഴിഞ്ഞ ശേഷം പറയും പിറ്റേന്നാൾ, അതിനുശേഷം പറയും പിറ്റേന്നാൾ. അതിൻ്റെ അർത്ഥം എവ്രി ഡേ ജീസസ് വാസ് ബിസി. എവ്രി ഡേ ഹി വാസ് ഡൂയിങ് മിറക്കിൾസ്. എവ്രി ഡേ ഹി വാസ് പെർഫോമിങ് ഹീലിങ്സ്. എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ യേശു. അടുത്ത ആളോട് പറ, യേശുവിന് ഹോളിഡേ ഇല്ല. നമുക്ക് ഞായറാഴ്ച അവധി, തിങ്കളാഴ്ച ഓഫ്, പിന്നെ വലിയ അവധി, ഓണവധി, ക്രിസ്മസ് അവധി, പല അവധികളും നമുക്കുണ്ട്. എന്നാൽ യേശുവിന് ഹോളിഡേ ഇല്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ റെസ്റ്റ് എടുക്കാൻ പോയി ചാരുകസേരയിൽ ഇരിക്കുന്നില്ല. അവൻ എല്ലായ്പ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഉണർന്നിരുന്നുകൊണ്ട് നിന്റെ കാര്യങ്ങൾ നോക്കുന്നവൻ അത്ര യേശു. വിശ്വാസം ഉണ്ടെങ്കിൽ കൈയടിക്ക്. എൻ്റെ പ്രസംഗത്തിനല്ല കൈയടിക്കേണ്ടത്. ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന് പൂർണ്ണ ശക്തിയോടെ കൈകൾ അടിക്കാം. പിറ്റേന്നാൾ നയീൻ എന്ന പട്ടണത്തിൽ യേശു പോയി. വായിക്കാം. പോകുമ്പോൾ ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അദ്ദേഹത്തെ അനുഗമിച്ചു. യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ എത്ര പേരുണ്ടായിരുന്നു? എല്ലാവർക്കും അറിയാം, 12.
12 ശിഷ്യന്മാരാണ് സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ കൂടെ പോകുന്ന ടീം. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ശിഷ്യന്മാർ മാത്രമല്ല, ഒരു വലിയ കൂട്ടം മനുഷ്യർ കൂടെ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. യേശു മുമ്പിൽ നടക്കുന്നു, തൊട്ടു പുറകെ ഏറ്റവും അടുത്ത് തൻ്റെ ശിഷ്യന്മാരായി 12 പേർ. അതിൻ്റെ പുറകിൽ ഒരു വലിയ കൂട്ടം ആളുകൾ, ഒരു 500ഓളം പേരുണ്ടെന്നിരിക്കട്ടെ. ഈ 500 പേർക്കും ചില കഥകൾ പറയാനുണ്ട്. ശ്രദ്ധിക്കണം. ഇതുപോലെ നടത്തപ്പെട്ട ചില മീറ്റിങ്ങുകളിൽ ചിലരുടെ കുഷ്ഠരോഗം മാറി, ചിലരുടെ ഭൂതങ്ങൾ വിട്ടുപോയി, ചിലർ തളവാത രോഗികളായി കിടപ്പിലായിരുന്നു. ഒരുപക്ഷെ അതിൽ 38 വർഷം ബെഥസ്ത കുളക്കരയിൽ കിടന്നിരുന്ന ആ പുള്ളി ഉണ്ടാവും. ഇതിൽ നമുക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ചിലർ അതിൽ കാണും, നമുക്കറിഞ്ഞുകൂടാ. എല്ലാം എഴുതിയിട്ടില്ല. അടുത്ത ആളോട് പറയാം, എല്ലാം എഴുതിയിട്ടില്ല. പിന്നെ നമ്മൾ കമ്പി സന്ദേശം പോലെയാ എഴുതി വച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്കുള്ളതാ, ചിന്തിക്കാൻ, ധ്യാനിക്കാൻ, മനസ്സിലാക്കാൻ. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒറിജിനൽ ഇൻസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ അകത്തേക്ക് പ്രകാശിപ്പിക്കപ്പെടും. 12ാമത്തെ വാക്യം. അദ്ദേഹം പട്ടണത്തിന്റെ വാതിലിനോട് സമീപിച്ചപ്പോൾ, പട്ടണത്തിന്റെ ഗേറ്റിനോട് സമീപിച്ചപ്പോൾ അതാ മരിച്ചുപോയ ഒരുവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ. അവൻ അമ്മയുടെ ഏകപുത്രൻ, അവളോ വിധവയായിരുന്നു. നിർത്തണം. ഞാൻ അടുത്ത് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ പിശുക്കണ്ട. 2012 ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ പറയുന്ന വർഷമായിരിക്കണം. കാരണം സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. നേരില്ലാത്തൊരാൾ ഹല്ലേലൂയ പറഞ്ഞിട്ട് കാര്യമില്ല. നേരോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഒത്തിരി ഹല്ലേലൂയ പറഞ്ഞോ. പ്രൈസ് ഗോഡ്. അടുത്ത ആളോട് പറ, പിശിക്കാതെ ഹല്ലേലൂയ പറയണം. പിശിക്കരുത്. ഹല്ലേലൂയ. യേശു പട്ടണത്തിൻ്റെ ഗേറ്റിനോടടുത്തു. ആ സമയത്ത് എതിരെ വരുന്നത് ആരാണ്? പട്ടണത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്നത് വേറൊരു ഗ്രൂപ്പ് ആളുകളാണ്. അതുകൊണ്ടൊരു വലിയ കൂട്ടം. ഇവിടെയാണ് ഒരു സ്റ്റോറി പറയാനുള്ളത്. മുഴുവൻ അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ആത്മാവിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ചരിത്രം ശ്രദ്ധിച്ചു കേൾക്കുക. പണ്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് കല്യാണം പറഞ്ഞു. നല്ലൊരു ചെറുക്കൻ. കല്യാണം ഉറച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ യഹൂദന്മാരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞേ നടത്തൂ. ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. 1 വർഷം കഴിഞ്ഞേ നടക്കും. ഈ 1 വർഷത്തിനകം ചെറുക്കൻ പോയി വീടുണ്ടാക്കണം. സ്ത്രീധനം കൊണ്ടല്ല, സ്ത്രീധനം അവിടെ ഇല്ല. വീടുണ്ടാക്കണം. വീടുണ്ടാക്കിയ ശേഷം വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? പെണ്ണ് കെട്ടാൻ. എന്നിട്ട് ആ പുതിയ വീട്ടിൽ പെണ്ണിനോടൊപ്പം പോയി പാർക്കണം. അതാണ് യഹൂദന്മാരുടെ നിയമം. അതിനാണ് 1 വർഷം ഗ്യാപ്പ് കൊടുക്കുന്നത് വീട് പണിയാൻ. വീട് പണിത ശേഷം പെണ്ണ് കെട്ടിയാൽ മതി. അതാണ് അവരുടെ നിയമം. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയി വീട് പണിത ശേഷം തിരിച്ചു വരാം, എന്നിട്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14, 1, 2, 3 വാക്യങ്ങൾ. യഹൂദന്മാരുടെ കഥയുടെ രീതികളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശു അത് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു, പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഭവനം ഒരുക്കിയ ശേഷം ഞാൻ നിന്നെ വന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. യേശു ഇനിയും ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും. 2000 കൊല്ലത്തിന് മുമ്പ് കുഞ്ഞായി വന്നു. ഇനി വരാൻ പോകുന്നത് കുഞ്ഞായിട്ടല്ല, ഉണ്ണിയേശുവായിട്ടല്ല ഇനി വരാൻ പോകുന്നത് മഹത്വം പ്രാപിച്ച്, രാജത്വം പ്രാപിച്ച്, രാജാതി രാജാവായി, സർവശക്തനായ ദൈവമായി, എല്ലാ ദൂതന്മാരുടെയും കാഹളനാദത്തോടുകൂടി അവൻ ഇറങ്ങി വരും. എന്തിനാ വരുന്നത്? കുരിശിൽ മരിക്കാനല്ല, ഒരുങ്ങിയിരിക്കുന്നവരെ പിതാവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി അവൻ വരും. ബ്രദറെ, സഹോദരിയുടെ പേര് സൂസി.
ഇദ്ദേഹത്തിന് 2 വർഷം മുമ്പ് വയറിൻ്റെ അബ്ഡമനിന്റെ തൊട്ട് മുകളിൽ ഒരു ഡയഫ്രം ഉണ്ട്. അതിന്റെ മുകളിൽ ദശ വളരുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. ഇത് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് ഒരു തരം ഹെർണിയയാണ്, ഇതിനെ നമുക്ക് സർജറി ചെയ്ത് നീക്കാൻ പറ്റത്തില്ല, അത് മാറുന്നത് വരെ ഏതാണ്ട് ആയുഷ്കാലത്തോളം മരുന്ന് കഴിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു വിട്ടത്. എന്നാൽ 6 മാസമായിട്ട് തുടർച്ചയായി ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന വ്യക്തിയാണ്. 2 മാസം മുമ്പ് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇപ്പോൾ ഈ പ്രോബ്ലം ഉള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഭക്ഷണം കഴിച്ചാൽ ഇവിടം വെച്ചിട്ട് അത് ഈ അബ്ഡമന്റെ മുകളിൽ വെച്ചിട്ട് അത് തിങ്ങി വീർക്കും. അപ്പോൾ ഛർദ്ദിക്കാൻ വരും, ഭയങ്കര ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ബ്രദർ വിളിച്ചു പ്രാർത്ഥിച്ചു, ടിവിയിലൂടെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ രോഗം അനുഭവിക്കുന്നവരെ കർത്താവ് തൊടുന്നു, സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ ഇത് കുറയാൻ തുടങ്ങുന്നത് പോലെ തോന്നി. പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ പ്രോബ്ലം തോന്നിയിട്ടില്ല. 2 മാസമായിട്ട് മരുന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഫുൾ ഫ്രീ ആണ്. ഇപ്പോൾ ആ രോഗം ഫീൽ ചെയ്യുന്നേയില്ല. ബ്രദർ പറയുന്നതെല്ലാം ശരിയാണ്. ഞാൻ 2 മാസത്തോളമായി ഇപ്പം മരുന്ന് കഴിച്ചിട്ട്. ദാനിയേൽ ബ്രദർ ടി വിയിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ പല രോഗികൾക്കും വേണ്ടി പല വിഷയത്തിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആ കൂടെ ഞാൻ എല്ലാ വിഷയത്തിനും പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ രോഗത്താൽ ദൈവമേ ആയുഷ്കാലം മുഴുവൻ ഞാൻ ഈ മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ ശരീരം തടിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുമ്പോൾ എനിക്ക് തടിക്കുന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഡാനിയേൽ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. ഞാൻ ഈ നാളെ മുതൽ മരുന്ന് കഴിക്കുന്നില്ല, ഈ മരുന്ന് എൻ്റെ ആയുഷ്കാലം വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ വചനം എന്നെ സൗഖ്യമാക്കാൻ മതിയായതാണ്, കർത്താവിൽ ഞാൻ വിശ്വസിച്ചത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നും ഈ പ്രാർത്ഥന ഡാനിയേൽ ബ്രദറിനെ കാണുമ്പോൾ കരഞ്ഞ് ബെഡിലിരുന്ന് എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ഇത് പ്രാർത്ഥന കഴിഞ്ഞ് 2 ദിവസം കൂടെ ഞാൻ മരുന്നെടുത്തു. അപ്പോൾ എന്നോട് എടുത്ത് കർത്താവ് ഓർപ്പിച്ചു, നീ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്, ഞാൻ നിന്നോട് സൗഖ്യമാക്കാമെന്ന് വാക്ക് തന്നു, ഡാനിയേൽ ബ്രദർ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ ആ മരുന്ന് എടുത്ത് കളഞ്ഞു. 2 മാസത്തോളമായി ഞാനിപ്പോൾ മരുന്ന് കഴിച്ചിട്ടില്ല. ഡോക്ടറിനോട് മരുന്ന് നിർത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അറിയേണ്ടത് ഇപ്പോൾ ആ അസ്വസ്ഥതയോ പ്രശ്നമോ ഒന്നുമില്ല, ഫ്രീ ആണ്. ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഇല്ല, ഭക്ഷണം കഴിച്ചാൽ ഈ വയറിങ്ങനെ വീർത്ത് നെഞ്ചിന്റെ മുകളിലേക്ക് വീർത്ത് വരുമായിരുന്നു. അപ്പം ഇപ്പോൾ ഡയഫ്രം പൊട്ടിയിട്ടുണ്ട്, ഡയഫ്രത്തിൽ ഹോളുണ്ട്. ആ ഹോളിൽ ദശ അങ്ങനെ വളരെയാണ്. അപ്പം അതുകൊണ്ട് ഈ നെഞ്ചിന്റെ താഴെ ആയതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം അത് മരുന്നാലാണ് കുറയുള്ളൂ, പിന്നെ ഭക്ഷണ ക്രമീകരണം ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ അസുഖം കുറയുള്ളൂ എന്ന് പറഞ്ഞു. അസ്വസ്ഥത അവിടെ ഇല്ല, അപ്പോൾ വയറിന് ഒരിട്ടും അസ്വസ്ഥയില്ല. പിന്നെ എനിക്കൊരു കാര്യം പറയണം, ഞാൻ ഡാനിയേൽ ബ്രദറിനെ നേരിട്ട് കണ്ട് സാക്ഷ്യപ്പെടുത്തണമെന്ന് വേണ്ടി ഞാൻ ബ്ലെസ്സിംഗ് സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിരുന്നു. വിളിച്ചപ്പോൾ ഫ്രൈഡേ വന്നാൽ കാണാൻ പറ്റില്ല, സൺഡേ വന്നാലാ കാണാം. സൺഡേ എനിക്ക് വീട്ടിൽ നിന്ന് പോരാൻ പറ്റില്ല. അപ്പം ഞാൻ ദൈവത്തോട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു സാക്ഷ്യപ്പെടുത്താൻ, എനിക്ക് ഡാനിയേൽ ബ്രദറിനോട് നേരിട്ട് ഈ സാക്ഷി എനിക്ക് പറയണം എന്ന് എനിക്ക് ദൈവത്തോട് വെച്ചു. ദൈവം എത്ര വിശ്വസ്തനാണ്. 1 മാസത്തിന് ശേഷം ഡാനിയേൽ ബ്രദറിനെ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ദൈവം, വെള്ളിക്കുളങ്ങര കൊടകര കഴിഞ്ഞിട്ട്. ഈ സഹോദരി പറയുന്ന സാക്ഷ്യം പറയാൻ ഒരു അവസരം ഉണ്ടാകാൻ വേണ്ടി നോക്കിയിരിക്കും. കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് അതുപോലൊരു വിടുതലാണ്. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്തായതുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവൾ വിശ്വസിച്ചു, ദൈവത്തോട് പറഞ്ഞു, മരുന്നുകൾ എടുത്തു കളഞ്ഞു. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഇല്ല. എത്ര പേർക്ക് കൈ ഉണ്ടെന്ന് അടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ? ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ സഹോദരിക്കായി നന്ദി പറയുന്നു. ദൈവമേ, അവളിവിടെ വന്ന് യേശുവിനോടുള്ള സ്നേഹവും നന്ദിയുമുള്ളതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയല്ലോ. ഈ സാക്ഷ്യം കാണുമ്പോൾ തന്നെ കർത്താവെ അനേകർ സൗഖ്യമാകട്ടെ. ഇതേ രോഗമുള്ള പലരും ഉണ്ടല്ലോ, അവർക്കൊരു സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. സിസ്റ്ററെ, ഒന്ന് ആ ക്യാമറയുടെ നേരെ ഒന്ന് കൈ നീട്ടിപ്പിടിച്ചേ. എല്ലാവരും ആ ക്യാമറയുടെ നേരെ കൈ നീട്ടിപ്പിടിച്ചേ. ഒന്ന് കൈ നീട്ടിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ രോഗം അങ്ങ് സൗഖ്യമാക്കി. ഇതുപോലെ തന്നെ ഹെർണിയ, ഡയഫ്രത്തിലേക്ക് ഹെർണിയ, താഴെ ഉള്ള ഡയഫ്രം പൊട്ടിയുള്ള ഹെർണിയ, എന്തായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ ഇതേ രോഗം അനുഭവിക്കുന്ന അനേകരെ കർത്താവെ അങ്ങ് ഈ സമയത്ത് സൗഖ്യമാക്കണമേ. ഈ സമയത്ത് ഇവൾ ഇവിടെ നിൽക്കുന്ന ഒരു സാക്ഷിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അനേകരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുവാൻ സഹായിച്ച അജേഷിനും വിൻസിക്കും എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരുടെയും പേരിൽ പ്രത്യേകിച്ച്
നന്ദി പറയുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വീണ്ടും വരുന്നു. ഈ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാക്കുക മാത്രമല്ല, രോഗികളിപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. താങ്ക് യു ഫാദർ. കൊച്ചു കുഞ്ഞുങ്ങളെ കർത്താവിനെ ആദ്യം കാണിക്കുന്നത്. കുഞ്ഞുങ്ങളിലുള്ള രോഗങ്ങൾ, 1, 2, 3 വയസ്സൊക്കെയുള്ള കുട്ടികൾ, അവരിലുള്ള ചില മാരക രോഗങ്ങൾ, പ്രത്യേകിച്ച് ഹാർട്ട് ചെറുതാണ്, വാൽവിന് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഹാർട്ടിൽ സുഷിരമുണ്ട്, ഇത്ര വയസ്സിന് ശേഷമേ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മേൽ മാതാപിതാക്കൾ അടുത്തുണ്ടെങ്കിൽ കൈവച്ച് ഇപ്പോൾ വിശ്വസിക്കുക. ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു അത്ഭുതം നടക്കട്ടെ. ആ കുഞ്ഞുങ്ങളെ കർത്താവ് പൂർണ്ണമായി ഓപ്പറേഷനോ മറ്റു ട്രീറ്റ്മെൻറ്റുകളോ ഇല്ലാതെ തന്നെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എപ്പിലെപ്സി ഫിറ്റ്സ് ഒക്കെ വന്നിട്ട്, അപസ്മാരം വന്നിട്ട് അതിൻ്റെ ആഘാതം ശരീരത്തിൽ അനുഭവിക്കുന്ന ചില കുഞ്ഞുങ്ങൾ, യേശുവിൻ നാമത്തിൽ ആ കുഞ്ഞുങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. ഒരു വലിയ സൗഖ്യം ഇപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. പ്രത്യേകിച്ച് അലൻ എന്ന് പേരുള്ള ഒരു കുട്ടിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ആ രോഗം എന്ത് തന്നെയായിരുന്നാലും പൂർണ്ണമായ കുഞ്ഞ് സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. വർഷിപ്പ് യു ഫാദർ. ഒരു ഡെലിവറിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം ശരീരത്തിൽ കോംപ്ലിക്കേഷൻസ് അനുഭവിക്കുന്ന ചില സിസ്റ്റേഴ്സിന്, ചില സഹോദരിമാരെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് ഒരു വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. വലിയൊരു അനുഗ്രഹം കർത്താവെ നീ ഇപ്പോൾ കൊടുക്കണമേ. താങ്ക് യു ഫാദർ. അതുപോലെ തന്നെ ഒരു കോൺവെൻറ്റ്, ക്രിസ്ത്യൻ കോൺവെൻറ്റിൽ, നൺ സിസ്റ്റേഴ്സ് ഉള്ള കോൺവെൻറ്റിൽ ചില സിസ്റ്റേഴ്സിനെ കർത്താവ് സൗഖ്യമാക്കുന്ന ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് എന്നെ കാണിക്കുന്ന ഒരു നൺ സിസ്റ്റർ, ഒരു കന്യാസ്ത്രീയാണ്. നിങ്ങൾക്ക് വീസിങ്, ഭയങ്കരമായി ശ്വാസം മുട്ടുകൊണ്ട് രാത്രികളിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. വളരെ സ്പെസിഫിക്കായി കർത്താവിനെ കാണിക്കുന്നു. ഉറങ്ങാൻ കഴിയുന്നില്ല, പല മെഡിക്കേഷനും ഇതെല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യം ഇപ്പോൾ അവിടെ നടക്കട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഓവറിയിൽ സിസ്റ്റ് ഉള്ള ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല, നിങ്ങളിതുവരെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല, എന്നാൽ കർത്താവ് സൗഖ്യമാക്കുന്ന കൂടാതെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്ന ആ കുടുംബത്തെ കർത്താവ് ഞാൻ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വർഷിപ്പ് യു ഫാദർ. അതുപോലെ ഒരു കാലിൽ ഒരു ഭാഗത്തൊരു പ്രശ്നമുണ്ടായിട്ട് ഒരു കാല് മറ്റേ കാലിനേക്കാൾ നേർത്തിരിക്കുക, മറ്റേ കാലിനേക്കാൾ വണ്ണം കുറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. നട്ടലിൽ ഉള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിവിധ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള പനി സൗഖ്യമാകട്ടെ. ചിക്കൻ ഗുനിയ, അതിന് ശേഷമുള്ള വേദനകളും പ്രയാസങ്ങളും സൗഖ്യമാകട്ടെ. എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മുണ്ടിനീര് സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ബ്രെയിനിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ നിലകളിലുമുള്ള സൗഖ്യം ഇപ്പോൾ ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ. സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, സാമ്പത്തികമായ ഒരു വലിയ വിടുതൽ ഇപ്പോൾ അങ്ങ് കർത്താവെ അങ്ങ് അയക്കുന്നതിനായി നന്ദി പറയുന്നു. ജപ്തി മാറിപ്പോകട്ടെ, കടങ്ങൾ മാറിപ്പോകട്ടെ, പലിശ കടങ്ങൾ മാറിപ്പോകട്ടെ. ഇങ്ങോട്ട് ലഭിക്കാനുള്ള പണം കെട്ടിക്കിടക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വന്നു ചേരട്ടെ. ബിസിനസ്സുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. ഭാര്യ ഭർത്തൃബന്ധത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഡിവോഴ്സുകൾ കർത്താവെ മാറി നിൽക്കട്ടെ. വീട് പണിയുന്നവരെ കർത്താവ് എല്ലാ നിലകളിലും സഹായിച്ച് അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവർക്ക് അങ്ങ് കൊടുക്കണമേ. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയാക്കണമേ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവെ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ
ആമേൻ. മറ്റന്നാൾ തിരുവനന്തപുരത്ത് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. 2-ലും സാധിക്കുന്നവരെല്ലാം വന്നു ചേർന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകാം. ഇതിന് ശേഷമുള്ള പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ചാലും നാളെ നമ്മുടെ ഈ ആഴ്ചയുടെ അവസാനത്തെ പ്രോഗ്രാമാണ്, കാണാൻ മറക്കരുത്. ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ച നാളെ നിങ്ങൾ കേൾക്കാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ ആരായി ചിത്രീകരിച്ചിരിക്കുന്നു? ഓപ്ഷൻസ്: എ ദൈവം, ബി കർത്താവ്, സി യജമാനൻ, ഡി ദാസൻ. ഞാൻ ആവർത്തിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ ആരായി ചിത്രീകരിച്ചിരിക്കുന്നു? ഓപ്ഷൻസ്: എ ദൈവം, ബി കർത്താവ്, സി യജമാനൻ, ഡി ദാസൻ. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ തെരഞ്ഞെടുത്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന നല്ലൊരു അടിപൊളി സമ്മാനം നിങ്ങൾക്കായി അയച്ചു തരുന്നതാണ്. ബൈബിൾ ന്യൂയിലൂടെ ഇനി വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.